ഒരു വീടിന്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിച്ചു. ഇത് നേരെ വലിച്ചേക്കാം. ഇതിന്റെ ഉള്ളിലായിട്ടാണ് എന്റെ ദൈവമേ. നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ രജീഷ് ചേട്ടന്റെ ഡിമാക്സ് ഹോം സിനിമാസ് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു 7.1 ഹോം തിയേറ്ററിന്റെ ഉൾവശമാണ്. എന്താ പറയുക രജീഷ് ചേട്ടാ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ ഓരോ വർക്കിലും വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ രജീഷ് ചേട്ടന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ബഡ്ജറ്റ് ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ രജീഷ് ചേട്ടാ തുടങ്ങിയേക്കാം. ആദ്യം തന്നെ നമ്മുടെ റൂം അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള ഒരു റൂമാണ് രേഷന്റെ കയ്യിലോട്ട് നമ്മുടെ വീടിന്റെ ഓണർ കൊടുത്തിരിക്കുന്നത്. ഇത് എത്ര അളവ്? വീതി 13 അടിയുണ്ട്, നീളം 20 അടിക്ക് അടുത്ത്. ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ അക്കോസ്റ്റിക്സ് ചെയ്തിരിക്കുന്നത്. രേഷേട്ടാ, ഇതൊരു പ്രത്യേക ഒരു കോംബോ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു ക്ലാസ് എല്ലാവർക്കും പ്രീമിയം ലുക്കാണ് ഈ ഗ്രേ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഭിത്തിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ തിയേറ്ററിന്റെ റൂഫിലും ആ ഒരു ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഒരു പ്രത്യേകത തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഇടയിലൂടെ ഈ നൽകിയിരിക്കുന്ന ഈ ഒരു ലൈറ്റ് ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ ലൈറ്റ് ആണ്. അത് പ്രൊഫൈൽ വെച്ചിട്ട് ഐസ് ബ്ലൂ നമ്മൾ സ്ട്രിപ്പ് കൊടുത്തു. പ്രധാനമായിട്ടും നമ്മളൊരു തിയേറ്റർ ചെയ്യുമ്പോൾ വേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ കാണുന്ന അക്കോസ്റ്റിക് വർക്കാണ്. പലരും ചോദിക്കാറുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടോന്ന്. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ഉള്ളിൽ ഒരു തരി എക്കോ ഇല്ല. പക്കായിട്ട് അത് ഫുള്ള് കട്ടായിട്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അടുത്ത ഒരു തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സീറ്റിംഗ്. അല്ലേ ചേട്ടാ? സീറ്റിംഗ് പലതരത്തിലുണ്ട്. ഫിക്സഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ റിക്ലൈനർ ഉണ്ട്. കണ്ടല്ലോ ഞങ്ങൾ ഇരിക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായ രീതിയിൽ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. നല്ല വിശാലമായിട്ട് ഇരുന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ കളർ ഉപയോഗിച്ച് സാറിനെ കൊണ്ട് കുറച്ച് കാറ്റലോഗ് കാണിച്ച് മോഡൽ കാണിച്ചു. ഇച്ചിരി നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മോട്ടറൈസ്ഡ് വെക്കാം, അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള റിക്ലൈനർ സീറ്റുകൾ വെക്കാൻ. എത്ര വലിയ തിയേറ്റർ പണിതാലും അവർ സീറ്റിംഗ് കപ്പാസിറ്റി ഇടുന്നത് ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം നോക്കും. പിന്നെ കൂടുതൽ 2-3 സീറ്റ് എക്സ്ട്രാ ഇടും, അത്രേ ഉള്ളൂ. വെറുതെ 5 പേരുണ്ടെങ്കിൽ 8 സീറ്റ്, അല്ലെങ്കിൽ 6 പേരുണ്ടെങ്കിൽ ഒരു 8 സീറ്റ്, അതായത് 4 പേരുണ്ടെങ്കിൽ ഈ വീട്ടിൽ 4 പേരാണ്. നിങ്ങൾ അടുത്ത കാണാൻ പോണത് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്ക്രീൻ. ഇത് സ്ക്രീനാണ്. ഇത് നമുക്ക് ഇവിടുത്തെ സൈസ് 133 ഇഞ്ചാണ്, 133 ഇഞ്ചാണ്. വലിയ സ്ക്രീനാണ്. അത്യാവശ്യം 150 വെക്കാമായിരുന്നു. പക്ഷെ അന്നേരം കാണാൻ ഫ്രണ്ട് കാണാൻ കംഫർട്ട് ഇല്ല. ഈ സ്ക്രീൻ ഇവർ ഉണ്ടാക്കുന്നതല്ല, ഇങ്ങനെ വരുന്നതാണ് അല്ലേ? ഇത് ഈ ഒരു ഫ്രെയിം ഇല്ലേ, ഈ ഒരു ഫ്രെയിം, താഴത്തെ ഒരു ഫ്രെയിം, ഇങ്ങനെ 4 ഫ്രെയിം ഫാബ്രിക്കായിട്ട് പ്രത്യേകമായിട്ട് പാക്കറ്റ് വരുന്നതാണ്. ഈ ഒരു സ്ക്രീനിന്റെ ബാക്കിലായിട്ട് 3 സ്പീക്കറുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ലേ ചേട്ടാ? LCR ലെഫ്റ്റ് സെന്റർ സ്പീക്കർ, റൈറ്റ് ഉണ്ട്. പിന്നെ സബ്വൂഫർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതായത് ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ LCR സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിന്റെ ഉള്ളിൽ ഇരിക്കുന്ന LCRും സബ്വൂഫറും നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ സറൗണ്ട് സ്പീക്കറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചേട്ടാ, ഇതാണ് നമ്മുടെ സറൗണ്ട് സ്പീക്കർ. ഇത് ഏതാണ് ബ്രാൻഡ് വരുന്നത്? പാരഡിയം എന്ന് പറഞ്ഞ ബ്രാൻഡ്. അതായത് ഏതുണ്ടോ, അതെ, പാരഡിയം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് ഈ സ്പീക്കർ വരുന്നത്. അതും ഇത് ഇൻവാൾ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ ക്ലയന്റിന്റെ ഒരു ഇഷ്ടമാണ്. സ്പീക്കർ ഓൺ വാൾ വേണ്ട. അതായത് ചില സ്പീക്കറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ തന്നെ ഉണ്ട്, ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്ക് സ്പീക്കർ ഇതേപോലെ പുറത്തേക്കാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സൈഡിൽ അത് പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിക്ക് തട്ടിക്കഴിഞ്ഞാൽ സാധനം പാസേജ് ഒക്കെ വരുന്നത്. നമ്മൾ സിമ്പിൾ ഹോം തിയേറ്റർ നമ്മൾ ചിലപ്പോൾ എപ്പോഴും തിയറി നോക്കിയിട്ട് കാര്യമില്ല, പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് വലിപ്പിക്കാൻ കാര്യങ്ങൾ. അപ്പൊ ഇതൊരു പാസേജ് ആണ്. അപ്പൊ ഇവിടെ കുട്ടിയുണ്ട്, കുട്ടി തലയിടിക്കാം. അല്ലെങ്കിൽ അതുമല്ല, ഇതിപ്പോ കുറച്ച് പൊക്കി പിടിപ്പിച്ചുകൂടെ എന്ന് കമന്റ് വരും. പക്ഷെ പൊക്കി പിടിപ്പിച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് സൗണ്ട് എഫക്ട് ചരിക്കണം, കുറച്ച് ചരിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ അത് ബുക്ക് ഷെൽഫാണ്. നോർമൽ അത് നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്. അത് അതിന്റെ ആ ഒരു ബാക്കിലായതുകൊണ്ട് നമുക്ക് ബാക്കിൽ ശരിക്കും ഇത് ഇൻവാൾവ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗുമ്മ കിട്ടത്തില്ല. പക്ഷെ ഇതിപ്പോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് എഫക്ട് കിട്ടും. ഓക്കെ, അപ്പൊ എത്ര ഇതാണ് നമ്മൾ കോൺഫിഗറേഷൻ? 7.1. അതായത് 3 എണ്ണം നമ്മുടെ തിയേറ്ററിന്റെ ബാക്കിൽ, 2 എണ്ണം സൈഡിലും, 2 എണ്ണം ബാക്കിലും, അങ്ങനെ 7.1 ഒരു സബ്വൂഫറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അടുത്ത കാണാൻ പോണ ഈ ഒരു സംഭവമാണ് ഈ ഒരു തിയേറ്ററിന്റെ ഹൃദയം അല്ലെ? അതായത് ഓഡിയോയ്ക്കും വീഡിയോയുടെയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ AVR. ചേട്ടാ, ഇത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡെനോൺ AVR ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഡെനോൺ തന്നെ ചെയ്യുന്നത്? ഡെനോൺ, മറാൻസോ, ഒങ്കിയോ, പൈനിയർ, ഇത്രയും ഒരു 4 മോഡൽ AVR ആണ് ഉള്ളത് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ അതിലും വേറെ കുറച്ച് മോഡലുണ്ട്, അർക്കാം എന്ന് പറഞ്ഞ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ ജനകീയമായ ഒരു ബ്രാൻഡാണ് ഡെനോൺ. നമുക്ക് സർവീസ് നമുക്ക് എറണാകുളത്ത് കിട്ടും സർവീസ്. ട്രിവാൻഡ്രം, എറണാകുളത്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്ടർ. ചേട്ടാ, ഇത് ഏതാ പ്രൊജക്ടർ? ഇത് ബെൻക്യൂ ആണ്. ബെൻക്യൂന്റെ TK710 ലേസർ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ലേസറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ല ഇതാണ്. നമ്മള് സാധാരണ നോർമലായിട്ട് 4K പോകുമ്പോഴും ബെൻക്യൂ, ഒപ്റ്റോമ, എപ്സൺ ഒക്കെ ഉപയോഗിക്കുന്നത്. ലേസറിലോട്ട് പോകുമ്പോഴത്തേന് ബെൻക്യൂ, LG, JVC, സോണിലോട്ട് പോകാറുണ്ട്. നമ്മളിത് വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേ വീഡിയോയിൽ എന്തുമാത്രം കിട്ടും നമുക്ക് അറിയത്തില്ല. പക്ഷേ 133 ഇഞ്ചിന്റെ ഒരു വലിയ ഒരു 4K TV ഇരിക്കുന്ന ഒരു ക്വാളിറ്റി നോക്കിക്കേ. ആ പാമ്പിന്റെ ഓരോ എന്താ പറയാ, ഓരോ സെല്ലും നമുക്ക് കാണാം അല്ലെ? നോക്കിക്കേ എന്ത് ക്വാളിറ്റി ആണെന്ന് നോക്കി. എന്റെ ദൈവമേ, ക്വാളിറ്റി നോക്കിയാ ഓരോ രോമവും കാണാൻ ചേട്ടാ അതിനകത്ത്. അതെ,
ഈ വീഡിയോ ക്വാളിറ്റി അല്ലേ, എന്റെ ദൈവമേ ഇതൊന്നും ചേട്ടാ അത് അത് ഈ വീഡിയോ ക്വാളിറ്റി അല്ലേ, പല കാര്യങ്ങളും ചെയ്തിട്ട് ക്വാളിറ്റി കിട്ടുന്നത്. നമുക്ക് നല്ലൊരു പ്രൊജക്ടർ, നല്ല ഇന്റർനെറ്റ് കണക്ഷൻ, നല്ല സ്പീഡ്, പിന്നെ നല്ല HDMI കേബിൾ, പിന്നെ നമ്മൾ കാണുന്ന കണ്ടന്റ്, ഇതെല്ലാം ഒത്തുമ്പോൾ ഇതിപ്പോ നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോ ആണ്. അതിന് ഈ ക്വാളിറ്റി എങ്കിൽ നല്ല ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ ഉടമയും ഫാമിലിയുമാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാനൽ സാർ നമസ്കാരം. ഹായ്. അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ, തിയേറ്റർ എങ്ങനെ ഉണ്ട്? അടിപൊളി, ഒന്നും പറയാനില്ല. ഈ തിയേറ്ററിന്റെ തുടക്കം തൊട്ട് എല്ലാ കാര്യത്തിനും രജിഷേട്ടന്റെ സാറ് മനസ്സിൽ ആഗ്രഹിച്ചത് പോലെ തന്നെ അതിനെക്കാട്ടി കൂടുതൽ രജിഷേട്ടന്റെ ടീമും ഫുള്ള് പക്ക അവര് വളരെ നീറ്റായിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ പറയാൻ? ഉള്ളായിരുന്നു തുറന്നു പറഞ്ഞു, എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? പോരായ്മയില്ല, കൂടുതലുള്ള ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ രജിഷേട്ടൻ അതിനേക്കാൾ നന്നായിട്ടാണ് ചെയ്യുന്നത്. ഒരാളടുത്ത് മാത്രമേ അതിൽ കൊട്ടേഷൻ എടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ പേര് കൊട്ടേഷൻ എടുത്താണ്. അതെ, അപ്പൊ അതില് രജിഷേട്ടനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? രജിഷേട്ടനെ തെരഞ്ഞെടുക്കാൻ കാരണം രജിഷേട്ടന് ഫോൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരാൾ എങ്ങനെ സംസാരിക്കും അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റുള്ളവർക്ക് ഫോൺ ചെയ്യണ പോലെയല്ല. അല്ല, രജിഷേട്ടൻ വിളിക്കുമ്പോൾ എത്ര തിരക്കാണെങ്കിലും രജിഷേട്ടൻ സംസാരിക്കും. അതാണ്, അത് മുതലാളി തന്നെയാണ്. അല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട തിയേറ്റർ ഇഷ്ടപ്പെട്ട് എന്തൊക്കെയാ തിയേറ്ററിൽ കാണുന്നത്? യൂട്യൂബാണ് സിനിമയാണ് കാണുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്? അടിപൊളിയാണ്. തിയേറ്ററിൽ പോണ ഒരു എഫക്റ്റ് ഉണ്ടോ? കിട്ടുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ ഒരു തിയേറ്റർ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. രജിഷേട്ടന്റെ ഡിമാക്സ് ഹോം സിനിമാസ് ചെയ്തിട്ടുള്ള ഒരുപാടധികം തിയേറ്ററുകളുടെ വീഡിയോ നമ്മുടെ ചാനലിലും പേജിലുമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതിന് മുമ്പേ ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയായിരുന്നു. അതെ, പുതിയ ഗംഭീരമായിട്ടുള്ള വീഡിയോകൾ വരാൻ പോകുന്നു. അപ്പോൾ ഈ വീഡിയോകളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് തിയേറ്റർ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ രജിഷേട്ടന്റെ പ്രസ്ഥാനത്തിന്റെ പേര് ഡിമാക്സ് ഹോം സിനിമാസ് എന്നാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ എവിടെ ആണെങ്കിലും നിങ്ങൾ തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രജിഷേട്ടൻ നിങ്ങളുടെ സ്പോട്ടിൽ എത്തിയിരിക്കും. പൈസ വല്ലതും മേടിക്കുക? ഫ്രീ ആണ്. അതായത് സൈറ്റ് വിസിറ്റ് നമ്മൾ ക്യാഷ് മേടിക്കാറില്ല. സൈറ്റ് വിസിറ്റ് ക്യാഷ് മേടിക്കുക അല്ലാതെ രജിഷേട്ടൻ തന്നെയാണ് വരുന്നത്. സ്റ്റാഫിനെ ഒന്നുമല്ല പറഞ്ഞു വിടുന്നത്. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളത് കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് കൊട്ടേഷൻ കാര്യം. അപ്പോൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും, കേരളം എന്നല്ല സൗത്ത് ഇന്ത്യയിൽ മൊത്തം, ബാംഗ്ലൂർ കഴിഞ്ഞ തമിഴ്നാട്ടിലും കോയമ്പത്തൂർ വർക്ക് കഴിഞ്ഞാണ്. സൗത്ത് ഇന്ത്യ മൊത്തം ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ മൊത്തം വർക്ക് ചെയ്യുന്നതാണ് രജിഷേട്ടൻ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിയേറ്റർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രജിഷേട്ടനെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഴയ വീട്ടിൽ നിങ്ങൾക്ക് ഒരു തിയേറ്റർ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും രജിഷേട്ടനെ വിളിക്കുക. എവിടെയും ഒരു തിയേറ്റർ, അതാണ് രജിഷേട്ടന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്തൊരു നല്ല കിടിലൻ തിയേറ്ററിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് ആൻഡ് ഡിമാക്സ് ഹോം സിനിമാസ് സൈനിങ് ഔട്ട്.